എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ആദ്യത്തെ പാഠത്തിലെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും പരിചയപ്പെടാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു പക്ഷി മഴ നനഞ്ഞ് മരച്ചിലയിൽ ഇരിക്കുന്നതാണല്ലേ. ആ പക്ഷി അതിന്റെ ചിറകുകൾ കുടയുന്നുണ്ട്. ഒരു കുട്ടി ആ പക്ഷിയെ നോക്കി നിൽക്കുന്നുണ്ട്. മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. മുകളിൽ തന്നിരിക്കുന്ന ചിത്രത്തിലെ എന്തെല്ലാം കാഴ്ചകളാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് ആ ചിത്രത്തിൽ കണ്ടത്? ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ, മഴ കൊണ്ട് മരച്ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി, മഴയെയും പക്ഷിയെയും നോക്കി നിൽക്കുന്ന കുട്ടി, മഴവെള്ളം മണ്ണിൽ മറയുന്നു. ഇത്തരം കാഴ്ചകളാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും? മണ്ണിനും ഉണ്ടാകില്ലേ സ്വപ്നങ്ങൾ? ആ മണ്ണിന്റെ സ്വപ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? അങ്ങനെ ഒരു കവിതയാണ് ഇനി കൂട്ടുകാർ പരിചയപ്പെടാൻ പോകുന്നത്. കവിതയുടെ പേര് മണ്ണിന്റെ കിനാവുകൾ. കിനാവുകൾ എന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ, മണ്ണിന്റെ സ്വപ്നങ്ങൾ. ഈ കവിത ആദ്യം നമുക്ക് മുഴുവനായി ഒന്ന് വായിച്ചു നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്നപോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിയ മുല്ലകൾ, രാജ്യമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും പാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. ഭൂമി പാടുന്ന ശീലുകൾ എന്നതിൽ നിന്നും എടുത്ത കവിതയാണ് ഇത്. കവിത എഴുതിയിരിക്കുന്നത് പി. മധുസൂദനൻ. എന്താണ് കൂട്ടുകാരെ ഈ കവിതയിൽ പറയുന്നത്? മണ്ണിന്റെ സ്വപ്നം എന്ന് പറയുന്നത് സുന്ദരമായ പച്ചപ്പുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന, ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയെയാണ്. കവിതയുടെ ആശയം പറയുന്നതിന് മുൻപ് കവിതയിൽ നൽകിയിരിക്കുന്ന ചില വാക്കുകളുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കിനാവ് സ്വപ്നം, കുരുത്ത ജനിച്ച, നുകരുക കുടിക്കുക, ലാളിക്കുക ഓമനിക്കുക, ചന്തം ഭംഗി, ചേറ്റി നിൽക്കുക പരത്തുക, മുദ്ര അടയാളം, താര് പൂവ്, തൂമ ഭംഗി, വാനം ആകാശം, മിഴി കണ്ണ്, നേർക്കണം ജലത്തുള്ളി, മന്ദഹാസം പുഞ്ചിരിക്കുക, ചാർത്തുക അണിയുക. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, നിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകി പകർന്ന ജമന്തികൾ. എന്താണ് ഈ വരിയിൽ പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. മുക്കുറ്റിപ്പൂവ് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? എന്താണ് ആ പൂവിന്റെ നിറം? മഞ്ഞ നിറമാണ്. വെയിലിന്റെ നിറം സ്വർണ്ണ നിറമാണ്. അതായത് മഞ്ഞ കലർന്ന സ്വർണ്ണ നിറമുള്ളതാണ് വെയിലിന്റെ നിറം. ഈ സ്വർണ്ണ നിറമുള്ള വെയിലിൽ ജനിച്ചവരാണ് മുക്കുറ്റികൾ. അതുകൊണ്ട് തന്നെ മുക്കുറ്റിപ്പൂവിനും സ്വർണ്ണ നിറം തന്നെയാണ്. സ്വർണ്ണ നിറമുള്ള മുക്കുറ്റിപ്പൂവിന്റെ ഭംഗിയെയാണ് ഈ വരിയിലൂടെ പറഞ്ഞത്. പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ. തുമ്പപ്പൂവിന്റെ നിറം എന്താണ്? വെള്ള നിറമാണല്ലേ. തുമ്പപ്പൂവിനെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്തിരിക്കുന്നത്. തുമ്പപ്പൂക്കൾ നിലാവു പോലെ വെള്ള നിറമുള്ളതാണ്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ നേരത്ത് എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ആകാശത്ത് കാണുന്ന നിറവുമായാണ് ജമന്തി പൂക്കളെ വർണ്ണിച്ചിരിക്കുന്നത്. ജമന്തി പൂക്കളുടെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലും ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും ഒക്കെ
കാണാൻ കഴിയുന്നവയാണ്. ഇതുപോലെ തന്നെയല്ലേ വൈകുന്നേരത്ത് ആകാശത്ത് നോക്കിയാലും കാണാൻ കഴിയുന്നത്. മഞ്ഞയും ഓറഞ്ചും ചുവപ്പും വെള്ളയും എല്ലാം കൂടി ചേർന്ന നിറമാണ് സന്ധ്യാനേരത്ത് ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യാനേരത്തുള്ള ആകാശത്തിലെ ഈ നിറങ്ങൾ ജമന്തി പൂക്കളെ ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ഈ നിറം ലഭിച്ചത് എന്നാണ് ഈ വരിയിലൂടെ പറയുന്നത്. അടുത്ത വരികൾ നോക്കിക്കേ. മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. കോളാമ്പിപ്പൂക്കളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? എന്താണ് കോളാമ്പിപ്പൂവിന്റെ നിറം? മഞ്ഞ നിറമാണ്. ഈ മഞ്ഞ നിറത്തിലുള്ള കോളാമ്പിപ്പൂക്കളെ ആകാശത്തുള്ള മഞ്ഞ നിറത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണെന്നാണ് കവി പറയുന്നത്. ആകാശത്ത് മഞ്ഞ നിറത്തിലുള്ള നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെ വേലിയിൽ മഞ്ഞ നിറമുള്ള കോളാമ്പിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അല്ലേ? അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. പനിനീർ മലരുകൾ എന്ന് പറയുന്നത് റോസാപ്പൂക്കളെയാണ്. പനിനീർ പൂക്കൾ എപ്പോഴും കാറ്റിലേക്ക് സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. ശരിയാണല്ലേ? റോസാപ്പൂക്കൾക്ക് എപ്പോഴും നല്ല മണമാണ്. റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മണം കാറ്റിലൂടെ അറിയാൻ കഴിയും. പൂക്കള് പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളുമായാണ് കവി ഇവിടെ താരതമ്യം ചെയ്യുന്നത്. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. മുല്ലപ്പൂക്കൾ രാത്രിയിലാണ് വിരിയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉണ്ടായ മക്കളെ പോലെയാണ് മുല്ലപ്പൂക്കളെ കവി പറയുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്ന് വെച്ചാൽ രാജമുദ്രയണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രാജാവിന്റെ കിരീടം പോലെയുള്ള കൃഷ്ണകിരീടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃഷ്ണകിരീടം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ചുവന്ന നിറത്തിൽ കിരീടത്തിന്റെ ആകൃതിയിലുള്ള പൂവാണ് കൃഷ്ണകിരീടം. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തോമയേറിടും വാടാമലരുകൾ. ഭൂമി കുങ്കുമപ്പൊട്ട് ചാർത്തിയതുപോലെയാണ് വാടാമല്ലിപ്പൂക്കൾ നിൽക്കുന്നത്. അതായത് ഭൂമി ചാർത്തിയ പൊട്ടുപോലെയാണ് വാടാമല്ലിപ്പൂക്കൾ നിൽക്കുന്നത് എന്നാണ് ഈ വരിയിൽ പറയുന്നത്. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. എന്താണ് ഈ വരിയിൽ പറയുന്നത്? പൂക്കളെ ഭൂമിയുടെ മക്കളായി വർണ്ണിക്കുകയാണ്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ശരിയാണല്ലേ? ദിവസവും എത്ര തരത്തിലുള്ള പൂക്കളാണ് വിടരുന്നത്? നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന് വെച്ചാൽ പൂക്കൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ എപ്പോഴും നീലാകാശത്തെ കാണാൻ കഴിയുന്നു. നീർക്കണം എന്ന് വെച്ചാൽ ജലത്തുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളി. ജലത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരാണ് പൂക്കൾ എന്നും ഈ വരിയിൽ പറയുന്നുണ്ട്. അതായത് പൂക്കളിൽ പതിക്കുന്ന ഓരോ ജലത്തുള്ളികളെയും സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് മാല പോലെ അവയെ അണിയുന്നവരാണ് പൂക്കൾ. ഇതെല്ലാം പൂക്കളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതൊരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി പറയുന്നു. അപ്പോൾ കൂട്ടുകാരെ, മണ്ണിന്റെ സ്വപ്നം അഥവാ മണ്ണിന്റെ കിനാവുകൾ എന്ന് പറയുന്നത് ഭൂമിയിൽ വിടരുന്ന പൂക്കളെയാണ് കവി സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഈ ഒരു പ്രവർത്തനം കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തി പാടി അവതരിപ്പിച്ചു നോക്കൂ. ശരി, അടുത്ത പ്രവർത്തനം നോക്കാം. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന പൂക്കളുടെ ചിത്രങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മുക്കുറ്റി, ജമന്തി, തുമ്പ, കോളാമ്പി, പനിനീർ, മുല്ല, കൃഷ്ണകിരീടം, വാടാമല്ലി. അപ്പോൾ ഈ പൂക്കളെയെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇവയുടെ ചിത്രങ്ങൾ പാഠപുസ്തകത്തിൽ വരച്ചു ചേർത്ത് പേരെഴുതൂ. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. ഇതും കൂട്ടുകാർ ചെയ്യേണ്ട പ്രവർത്തനമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കളുടെ ചിത്രങ്ങൾ വരച്ച് അവയ്ക്ക് നിറങ്ങൾ നൽകി ഭംഗിയാക്കാം. അടുത്ത പ്രവർത്തനം, നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ആ ഗ്രൂപ്പിന് പേരുകൾ നൽകണം. പേര് നൽകേണ്ടത് കവിതയിൽ പറഞ്ഞിരിക്കുന്ന പൂക്കളുടെ പേരുകളാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന് ഏത് പൂവിന്റെ പേരാണോ ആ പൂവിന്റെ സവിശേഷതകൾ നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. കവിതയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പൂവ് ഏതാണ്? മുക്കുറ്റിയെ കുറിച്ചാണ്. മുക്കുറ്റിയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. അടുത്തത് തുമ്പപ്പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ജമന്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പി, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പനിനീർ, കാട്ടിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. മുല്ല, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. കൃഷ്ണകിരീടം, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. വാടാമല്ലി, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഇങ്ങനെയാണ് ഓരോ പൂവിനെ കുറിച്ചും വർണ്ണിച്ചിരിക്കുന്നത്. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. എന്തൊക്കെ കാര്യങ്ങളാണ് പൂക്കളെ പറ്റി പറയുന്നത് നോക്കാം. ഈ കവിതയിൽ പലതരത്തിലുള്ള പൂക്കളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഈ ഓരോ പൂക്കളും ഭൂമിയുടെ മക്കളാണ് എന്ന് കവി പറയുന്നു. പൂക്കൾ മണ്ണിന്റെ സ്വപ്നങ്ങളായും അവ മണ്ണിന്റെ പ്രേമ പ്രതീക്ഷകളായും കവി കരുതുന്നു. എപ്പോഴും ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം തെളിഞ്ഞു കാണാം എന്നും കവി പറയുന്നു. ഇതളുകളിൽ വീഴുന്ന ജലകണികകളെ മാലയായി ചാർത്തുന്നവരാണ് പൂക്കൾ. ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ് പൂക്കൾ എന്നും ഏതൊരുട്ടിലും പൂക്കൾ തിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നും കവിതയിൽ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് പൂക്കളെ പറ്റി പറയുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ കവിതയിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം തന്നെ പ്രകൃതിയും പൂക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നു. പൂക്കൾ മിഴി തുറന്നത് മുതൽ അവയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ ജലകണങ്ങളെയും കോർത്ത് അവ മാലയായി ധരിക്കുന്നു. ജലകണങ്ങൾ എത്രമാത്രം പൂക്കളെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഈ വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എത്ര കൊടും ചൂടിനെയും തരണം ചെയ്തുകൊണ്ട് വാടാതെ നിൽക്കുന്നവരാണ് പൂക്കൾ. ഏതൊരുട്ടിലും പേടി കൂടാതെ പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് പൂക്കൾ എന്നും കവിതയിൽ പറയുന്നുണ്ട്. അടുത്ത പ്രവർത്തനം, ആസ്വാദന കുറിപ്പിലേക്ക്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം എഴുതാൻ. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കവിതയുടെ പേര്, അതുപോലെ കവിയെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രധാന ആശയങ്ങൾ, സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ. ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. അപ്പോൾ എഴുതുന്നതിന് മുൻപ് കൂട്ടുകാർ ഈ തന്നിരിക്കുന്ന കോളം ഒന്ന് പൂർത്തിയാക്കണേ. ഇനി നമുക്ക് ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പ്രശസ്ത കവി പി. മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ചെറിയ ഒരു ഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നുണ്ട്. മുക്കുറ്റിപ്പൂവിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ച മുക്കുറ്റികൾക്ക് സ്വർണത്തിന്റെ നിറമാണ് എന്ന് കവി പറയുന്നു. തുമ്പപ്പൂവിനെ നിലാവുമായി താരതമ്യം ചെയ്യുന്ന കവി പറയുന്നത് തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്ണയുള്ളതാണ് എന്നാണ്. ജമന്തിപ്പൂക്കളെ സന്ധ്യാനേരവും ആയാണ് താരതമ്യം ചെയ്യുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് സന്ധ്യാനേരത്തിന്റെ നിറം ലഭിച്ചത് എന്നാണ് കവി പറയുന്നത്.
കോളാമ്പി പൂക്കളെ ആകട്ടെ മഞ്ഞ നക്ഷത്രങ്ങളെ പോലെയാണ് കവി കാണുന്നത്. പനിനീർ പൂക്കൾ എല്ലായ്പ്പോഴും കാറ്റിലേക്ക് സുഗന്ധം പരത്തുന്നവരാണെന്നും മുല്ലപ്പൂവുകൾ ആകട്ടെ രാത്രിയുടെ മക്കളാണെന്നും കവി പറയുന്നു. ചെന്താരുകൾ രാജമുദ്രയണിഞ്ഞതുപോലെയാണെന്നും വാടാമല്ലികൾ ഭൂമി തൊട്ട കുങ്കുമപ്പൊട്ട് പോലെയാണെന്നും കവി പറയുന്നു. പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചും കവിതയിൽ പറയുന്നുണ്ട്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ ജലകണങ്ങളെയും കോർത്ത് അവ മാലയായി ധരിക്കുന്നു. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ടും ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ടും നിലനിൽക്കുന്നവരാണ് പൂക്കൾ. ഈ പൂക്കൾ മണ്ണിന്റെ സ്വപ്നങ്ങളാണെന്നും പ്രേമ പ്രതീക്ഷകളാണെന്നും കവി പറയുന്നു. ഈ കവിത വളരെ ലളിതമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കവിത വായിക്കുന്ന ഏതൊരാൾക്കും കവിതയുടെ ആശയം പെട്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത പ്രവർത്തനം ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന് ഏത് പൂവിന്റെ പേരാണോ ലഭിച്ചത് ആ പൂവിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളും പ്രത്യേകതകളും ചിത്രങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് വേണം ചുമർ പത്രിക തയ്യാറാക്കാൻ. ഓക്കെ, അടുത്ത പ്രവർത്തനം മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. ഇതും കൂട്ടുകാർ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നെല്ലാം പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ശേഖരിക്കൂ. ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാകുന്ന പുസ്തകത്തിൽ നിന്നോ മുതിർന്നവരുടെ സഹായത്തോടു കൂടിയോ അതല്ലെങ്കിൽ യൂട്യൂബിൽ ധാരാളം പൂക്കളെ കുറിച്ചുള്ള പാട്ടുകൾ ലഭ്യമാണ്. അവയെല്ലാം ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ കൂട്ടുകാരെ, മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയും അതിന്റെ ആശയവും അതിൽ വരുന്ന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്ത പാഠവുമായി കാണാം. താങ്ക്